ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ട്രേഡിംഗ് ലേണിംഗ് സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാമത്തെ എപ്പിസോഡാണ് റിലീസ് ചെയ്യുന്നത്. സോ ഇതിനു മുമ്പ് നമ്മൾ 6 എപ്പിസോഡുകൾ ചെയ്തു. കംപ്ലീറ്റ് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തു തുടങ്ങിയത്. സോ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിൻ്റെ ഒരു ടഫ്നെസ് നമ്മൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. സോ കഴിഞ്ഞ വീഡിയോ വരെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ കഴിഞ്ഞ ലേണിംഗ് സീരീസിലൊക്കെ നമ്മൾ ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിലാണ് കൂടുതലും നമ്മൾ അനാലിസിസ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മാർക്കറ്റിൽ എവിടെയൊക്കെയാണ് ലിക്വിഡിറ്റീസ് ഉള്ളത്, അതെങ്ങനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാം, ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും നോക്കിയത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു എൻട്രി മോഡലായിട്ടുള്ള ഒരു സ്ട്രാറ്റജി, ഇതിനൊരു സ്ട്രാറ്റജി എന്ന് വിളിക്കാൻ പറ്റത്തില്ല, ഒരു കോൺസെപ്റ്റ്, അതായത് ഒരു എൻട്രി മോഡലായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ജസ്റ്റ് നിങ്ങൾ ഇത് കേട്ടിട്ട് ഈ ഒരു എൻട്രി മോഡൽ വെച്ച് മാത്രം ട്രേഡ് എടുക്കാൻ പോകരുത്. നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബുള്ളിഷ് ഡേ ആണ് നിങ്ങളുടെ ബയാസ് കിട്ടിയതെങ്കിൽ, ബയാസ് മീൻസ് നിങ്ങൾ അന്നത്തെ ദിവസം ബൈ എൻട്രി ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ, ആ ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം ലോവർ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ലോവർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൽ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ആൻഡ് ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് മാത്രം ഞാൻ ഒരുപാട് ട്രേഡ്സ് എടുക്കാറുണ്ട്. ഇത് പ്ലസ് ഹയർ ടൈം ഫ്രെയിം ബയാസ്, ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആണ്. നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. ഹയർ ടൈം ഫ്രെയിം ബയാസിനോടൊപ്പം ഈ ഒരു കോൺസെപ്റ്റും കൂടെ നിങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല എൻട്രീസ്, ഈ ഒരു സെറ്റപ്പ് മേ ബി വീക്ക്ലി ഒരു 5 ദിവസം, ചിലപ്പോൾ ഒരു 3 ദിവസമായിരിക്കും ഉണ്ടായിരുന്നത്. ഉള്ള ദിവസം നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്കറ്റിൽ ഒരു റാലി, ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷന് സഹായിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിച്ചും വീഡിയോ കാണുക. സോ ഇന്നത്തെ ലേണിംഗ് ഞാൻ ആക്ച്വലി എൻ്റെ എലൈറ്റ് ക്ലബിനെ പഠിപ്പിച്ച ആ ഒരു റെക്കോർഡിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ യൂട്യൂബിന് വേണ്ടി ഷെയർ ചെയ്യുന്നതല്ല, പക്ഷേ നമ്മുടെ ഒരു സീരീസിൻ്റെ ഒരു ജേർണി നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നി കഴിഞ്ഞ വീഡിയോസിന് ശേഷം ഈ ഒരു AMD എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റാണ് AMD, അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ. ഈ ഒരു കോൺസെപ്റ്റും കൂടെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു എൻട്രി എടുക്കാനുള്ള ഒരു കോൺഫിഡൻസും കൂടെ കിട്ടും എന്നുള്ളൊരു മനസ്സിലാക്കിയതിന് ശേഷമാണ് ഓക്കെ നമുക്കിത് യൂട്യൂബിലും കൂടെ ഇടാം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയത്. സോ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക ആൻഡ് ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ചാർട്ടിലേക്ക്. സോ ഇന്ന് നമ്മളൊരു എൻട്രി മോഡൽ കോൺസെപ്റ്റ് ആണ്, നമുക്ക് എൻട്രീസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. AMD എന്നാണ് അതിന്റെ പേര്. ജസ്റ്റിൻ ബ്രോ, ജേസൺ ബ്രോ കേട്ടിട്ടുണ്ടോ AMD എന്ന് പറയുന്നത്? കേട്ടിട്ടില്ല. മേ ബി അതിന്റെ കോൺസെപ്റ്റ് ബ്രോയ്ക്ക് അറിയായിരിക്കും. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. യെസ്. സോ മാർക്കറ്റിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് AMD എന്ന് പറയുന്നത്. മാർക്കറ്റിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഫസ്റ്റ് വൺ എ എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പറയുന്നതിന് മുമ്പ് ഇതിപ്പം മാർക്കറ്റ് മൂവ് ചെയ്യുന്നതാന്ന് വിചാരിക്കുക. ഇങ്ങനാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? പൊസിഷൻ. ഇങ്ങനാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ മ്യൂട്ടാണ്. വെരി ഗുഡ്. സൈഡ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്ന് പറയാം. അതായത് മാർക്കറ്റ് ഒരു പെർട്ടിക്കുലർ റീജിയനിൽ തന്നെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്താണ് പോകുന്നത്. അതായത് മാർക്കറ്റ് ഒരു ക്ലിയർ അപ് ട്രെൻഡും അല്ല, ഒരു ക്ലിയർ ഡൗൺ ട്രെൻഡും അല്ല. മാർക്കറ്റ് ഒരു പെർട്ടിക്കുലർ ഏരിയയ്ക്ക് അത് ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ ബോക്സിനകത്ത് തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നു. സോ ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്? അക്യുമുലേഷൻ എന്ന് വിളിക്കുന്നത്. അക്യുമുലേഷൻ മാർക്കറ്റിന്റെ ഒരു ക്യാരക്ടറാണ്. AMD എന്ന് പറഞ്ഞ മാർക്കറ്റിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്നാമത്തെ ക്യാരക്ടർ ആണ് അക്യുമുലേഷൻ എന്ന് പറഞ്ഞത്. അക്യുമുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ആണെങ്കിൽ സനീഫ് ബ്രോ ഒരു സൈഡ് വേസ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു അക്യുമുലേറ്റ് ചെയ്ത് ഇങ്ങനെ സൈഡ് വേസ് ആയിട്ട് പോകുന്ന ഒരു മാർക്കറ്റ് കണ്ടീഷനെയാണ് നമ്മൾ, മാർക്കറ്റിന്റെ ക്യാരക്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അക്യുമുലേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഒരു അക്യുമുലേഷൻ നടക്കുന്ന സമയത്ത് സനീഫ് ബ്രോ നമ്മൾ ട്രേഡ് എടുക്കുന്നതാണോ അല്ലെ എടുക്കാണ്ടിരിക്കുന്നത്? എന്തായിരിക്കും ബെറ്റർ? എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ ബ്രോ, താങ്ക് യു. ജേസൺ ബ്രോ കേൾക്കാവോ? ജേസൺ ബ്രോ, നമ്മുടെ പ്രൈസ് ആക്ഷൻ മെത്തേഡിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനകത്ത് മാർക്കറ്റ് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ അക്യുമുലേറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് നൽകി കഴിഞ്ഞാൽ എന്ത് എൻട്രി എടുക്കണം എന്നാണ് പ്രൈസ് ആക്ഷനകത്ത് പഠിപ്പിച്ചിട്ടുള്ളത്? ബ്രേക്ക് ഔട്ടിൽ ഒരു ബൈ എൻട്രി എടുക്കണമെന്ന്. ജസ്റ്റിൻ ബ്രോ, ഈ പറയുന്ന പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിനകത്ത് അതിനകത്തൊരു കോൺസെപ്റ്റ് തന്നെയാണ് ഈ പറയുന്ന ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി. അതായത് മാർക്കറ്റ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അക്യുമുലേറ്റ് ചെയ്യാണ്, അവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് നൽകി കഴിഞ്ഞാൽ എന്ത് എൻട്രി എടുക്കണമെന്നാണ് ജസ്റ്റിൻ ബ്രോ ഈ പ്രൈസ് ആക്ഷൻകാർ ഫുള്ള് കേട്ടിട്ടുള്ളത്? ബൈ എൻട്രി എടുക്കണം. ഓക്കെ, താഴോട്ടാണ് സെൽ എൻട്രി എടുക്കുന്നത്. ഈ സെയിം കാര്യം ആർക്കറിയാം ബ്രോ? സ്വാഭാവികമായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അറിയാം. അതായത് ഈ പറയുന്ന പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ ആണ് ഈ പറഞ്ഞ ഒരു അക്യുമുലേഷൻ, ഈ ബ്രേക്ക് ഔട്ട് നൽകി കഴിഞ്ഞാൽ അങ്ങോട്ട് എൻട്രി പോകണം എന്നുള്ളത്. ഇത് സ്വാഭാവികമായിട്ട് ആർക്കറിയാം? ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറിയാം. സോ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അക്യുമുലേറ്റ് ചെയ്യും. മാർക്കറ്റ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അക്യുമുലേറ്റ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു റീജിയനിലോട്ട് ഒരു ബ്രേക്ക് ഔട്ട് നൽകും.
അപ്പൊ എന്ത് ചെയ്യും? കുറെ 90% ആൾക്കാരും അവിടെ എന്ത് എൻട്രി എടുക്കും? സെൽ എൻട്രി എടുക്കും. ഇവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എന്നിട്ട് അവിടെ വെക്കും. ഇവിടുന്ന് ഒരു സെൽ എൻട്രി പോയി ഒരു ബ്രേക്ക് ഔട്ട് നൽകുന്ന പോയിന്റിൽ നിന്ന് ഒരു സെൽ എൻട്രി എടുക്കും. ഇവര് സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കും. മാർക്കറ്റ് താഴോട്ട് വരും. സോ ഈ സ്റ്റോപ്പ് ലോസ് ഉള്ള ഏരിയനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും ജസ്റ്റിൻ ബ്രോ? ലിക്വിഡിറ്റി. ഉറപ്പായിട്ടും അവിടെ കുറെ ലിക്വിഡിറ്റീസ് ഉണ്ടായിരിക്കും. സോ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് നൽകും. ബ്രേക്ക് ഔട്ട് നൽകുന്നതിനെ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് ആയിരിക്കും. അതായത് ഒരു മാനിപ്പുലേഷൻ ആയിരിക്കും. ഈ പറയുന്ന പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് ചെയ്യുന്ന റീറ്റെയിൽ ആൾക്കാരെ മാനിപ്പുലേറ്റ്, AMD, A ഫോർ അക്യുമുലേഷൻ, M ഫോർ മാനിപ്പുലേഷൻ. മാനിപ്പുലേഷൻ ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും? ഇവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇരിക്കുന്ന ആ ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹണ്ട് ചെയ്യും. അതായത് മാർക്കറ്റ് ആദ്യം എന്താ ചെയ്തത്? ആദ്യം മാർക്കറ്റ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അക്യുമുലേറ്റ് ചെയ്യും. അക്യുമുലേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു ഒന്നെങ്കിൽ താഴോട്ട് അല്ലെങ്കിൽ മുകളിലോട്ട് ഒരു മാനിപ്പുലേഷൻ നടത്തും. അതായത് ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട്, ഒരു മാനിപ്പുലേഷൻ. ആ മാനിപ്പുലേഷൻ ആണ് M എന്ന് പറയുന്ന രണ്ടാമത്തെ മാർക്കറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. മാനിപ്പുലേഷൻ. A ഫോർ അക്യുമുലേഷൻ, M ഫോർ മാനിപ്പുലേഷൻ. മൂന്നാമത് വരുന്ന മാർക്കറ്റ് കണ്ടീഷൻ, അതായത് അക്യുമുലേറ്റ് ചെയ്തു, മാനിപ്പുലേറ്റ് ചെയ്തു, റീറ്റെയിൽ ട്രേഡേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്തു. മൂന്നാമത് വരുന്ന മാർക്കറ്റ് കണ്ടീഷൻ എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വെരി ഗുഡ് ജേസൺ ബ്രോ, വെരി ഗുഡ്. ഡിസ്ട്രിബ്യൂഷൻ. അതായത് മാർക്കറ്റ് ഒരു അക്യുമുലേഷൻ തന്നു, ഒരു മാനിപ്പുലേഷൻ തന്നു, അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും? മാർക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. മാർക്കറ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ഇപ്പൊ ഇവിടെ താഴോട്ടാണ് ഒരു മാനിപ്പുലേഷൻ തന്നത്. സോ അതുകൊണ്ട് മുകളിലോട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ നൽകും. സോ ഇത് മാർക്കറ്റിന്റെ ഒരു കണ്ടീഷനാണ്. A ഫോർ അക്യുമുലേഷൻ, M ഫോർ മാനിപ്പുലേഷൻ ആൻഡ് D ഫോർ ഡിസ്ട്രിബ്യൂഷൻ. ഇങ്ങനെ ആയിരിക്കും ചാർട്ടിനകത്ത് ഈ ഒരു ഫോർമേഷൻ വരുന്നത്. അതായത് അക്യുമുലേറ്റ് ചെയ്യും, അതിനുശേഷം മാനിപ്പുലേറ്റ് ചെയ്യും, അതിനുശേഷം എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ AMD, A ഫോർ അക്യുമുലേഷൻ, M ഫോർ മാനിപ്പുലേഷൻ ആൻഡ് D ഫോർ ഡിസ്ട്രിബ്യൂഷൻ. സോ ജെയ്സൺ ബ്രോ, ഇതിനകത്ത് ഒരു ഐഡിയൽ ടൈം ഫോർ എൻട്രി എപ്പോഴായിരിക്കും? നമുക്കൊരു എൻട്രി എടുക്കുക, ഞാൻ പറയുന്നത് ഒരു എൻട്രി മോഡലായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത്. അങ്ങനെയാണെങ്കിൽ എൻട്രി എടുക്കാൻ പറ്റിയ സമയം എപ്പോഴായിരിക്കും? മാനിപ്പുലേഷൻ കഴിഞ്ഞു. മാനിപ്പുലേഷൻ കഴിഞ്ഞ് എങ്ങോട്ട് പോകുമ്പോൾ? ഡിസ്ട്രിബ്യൂഷനിലോട്ട് പോകുമ്പോൾ. അതായത് മാനിപ്പുലേഷന് ശേഷം ഒരു ഡിസ്ട്രിബ്യൂഷനിലോട്ട് പോകുമ്പോഴായിരിക്കും എൻട്രി എടുക്കുന്നത്. സോ നമ്മൾ അത് എങ്ങനെയായിരിക്കും ജെയ്സൺ ബ്രോ കൺഫേം ചെയ്യുന്നത്? ഓക്കെ, മാനിപ്പുലേഷൻ കഴിഞ്ഞു, ഇനി ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് കൺഫേം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ജെയ്സൺ ബ്രോ? മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റും FPG. എക്സലന്റ്, വെരി ഗുഡ് ബ്രോ, ആബ്സല്യൂട്ട്ലി. അതായത് മാനിപ്പുലേഷൻ കഴിഞ്ഞ് മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? മാർക്കറ്റ് ഉറപ്പായിട്ടും രണ്ട് കാര്യങ്ങൾ നൽകണം. നമ്മൾ ഇന്നലെ പഠിച്ച ഇതിപ്പോ മാർക്കറ്റ് താഴോട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് മുകളിലോട്ടാണ് പോകേണ്ടത്, അല്ലെ? ബുള്ളിഷ് ആണ് പോകേണ്ടത്. സോ ഇവിടെ മാർക്കറ്റ് തീർച്ചയായിട്ടും ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആദ്യം ഫോം ചെയ്യണം. ആ ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിനോടൊപ്പം തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യണം? ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് മുകളിലോട്ട്. മാർക്കറ്റ് ഇത്രയും നേരം താഴോട്ട് വന്ന് ഇവിടുന്ന് മാർക്കറ്റിന്റെ ക്യാരക്ടർ ചേഞ്ച് സംഭവിച്ച് മാർക്കറ്റ് മുകളിലോട്ടാണെന്നുള്ള കൺഫർമേഷൻ എങ്ങനെ എടുത്താൽ? മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. അതിനോടൊപ്പം ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടെ ഉണ്ടെങ്കിൽ എൻട്രി എടുക്കുവോ? എടുക്കരുത്. അതിലോട്ട് മാർക്കറ്റ് റീപ്രൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? എൻട്രി എടുക്കാം. മാർക്കറ്റ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒക്കെ ഫോം ചെയ്ത് സ്ട്രക്ചർ ഷിഫ്റ്റ് ഒക്കെ ഫോം ചെയ്ത് അതിനുശേഷം റീപ്രൈസ് ചെയ്യുന്ന മൊമെന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 1:2 റേഷ്യോയിൽ നമുക്ക് ട്രേഡ് ചെയ്തിറങ്ങാൻ പറ്റും. ഇതൊരു എൻട്രി മോഡലായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇത് എല്ലാ ദിവസവും AMD മോഡൽ വരുമോന്ന് ചോദിച്ചാൽ വധുവിനോട് ഉത്തരം എന്താ? 5 ദിവസം AMD ഇതേപോലെ വരുമോ? ഒരിക്കലും ഇല്ല. ഒരിക്കലും ഇല്ല. പക്ഷെ ഈ പറയുന്ന പോലെ മാർക്കറ്റ് 5 ദിവസത്തെ ഒരു 3 ദിവസം ഇത് വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ മാനിപ്പുലേഷനിൽ ഡിസ്ട്രിബ്യൂഷനിൽ പോകുന്ന സമയത്ത് എൻട്രി എടുത്തുള്ള ഗുണം എന്താ വധു ബ്രോ? എല്ലാം നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റും. നല്ല രീതിയിൽ ഈ പറയുന്ന പോലെ ഒരു നല്ല ഹണ്ട് നടത്താൻ പറ്റും. അതായത് ഈ 1:2 എന്നുള്ളത് മേ ബി ഒരു 1:3, 1:4 വരെയൊക്കെ നല്ല രീതിയിൽ ആ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട് ക്യാച്ച് ചെയ്യുവാണെങ്കിൽ നല്ല റിവാർഡ് എടുക്കാൻ പറ്റും. അതായത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അതായത് നമ്മൾ ഒരു നല്ല ട്രേഡ് എടുക്കുവാണെങ്കിൽ, ഈ പറയുന്ന നല്ല എൻട്രി പോയിന്റ് ആണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എന്നുള്ളത് റിസ്ക് സെയിം തന്നെ, റിവാർഡ് എന്നുള്ളത് ഇപ്പൊ വധു ബ്രോ ഇന്ന് എടുത്ത എൻട്രി റിസ്ക് സെയിം 1 ആണ്, പക്ഷെ റിവാർഡ് 3% ആണ്, 1:3 ആണ്. സോ ഇങ്ങനത്തെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ ആഴ്ചയിൽ 3 ദിവസമൊക്കെ കിട്ടത്തുള്ളൂ. കിട്ടുന്ന ദിവസങ്ങളിൽ നല്ല രീതിയിൽ എൻട്രി എടുക്കാൻ പറ്റും. സോ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ? 3 കാര്യങ്ങൾ. ഒന്ന്, മാർക്കറ്റിന്റെ 3 കണ്ടീഷൻസ്: അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. എൻട്രി എടുക്കേണ്ടത് മാനിപ്പുലേഷൻ കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷനിലോട്ട് പോകുന്ന സമയത്ത്. എങ്ങനെയാണ് അത് കൺഫേം ചെയ്യുന്നത്? മാനിപ്പുലേഷൻ കഴിഞ്ഞ് മാർക്കറ്റ് ഹാവ് ടു ഗീവ് ഒരു FEG വിത്ത് MSS, ഒരു MSSോട് കൂടിയിട്ടുള്ള ഒരു FEG ഫോം ചെയ്ത് അതിലോട്ട് മാർക്കറ്റ് റീപ്രൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് എൻട്രി എടുക്കാൻ പറ്റും? ഒരു ബൈ എൻട്രി ഇവിടെ എടുക്കാൻ പറ്റും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഇതിപ്പം ഒരു ബുള്ളിഷ് എക്സാമ്പിൾ ആണ് പറഞ്ഞത്. നമുക്ക് ഇനി ഒരു ബെയറിഷ് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നേരെ ഇതേപോലെ ആദ്യം അക്യുമുലേറ്റ് ചെയ്യും, അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് ഒരു മാനിപ്പുലേഷൻ നൽകും, എന്നിട്ട് താഴോട്ടൊരു ഡിസ്ട്രിബ്യൂഷൻ നൽകും. ഇതാണ് ബെയറിഷ് എക്സാമ്പിൾ. അതായത് മാർക്കറ്റ് ആദ്യം അക്യുമുലേറ്റ് ചെയ്യും,
മുകളിലോട്ട് ഒരു മാനിപ്പുലേഷൻ, ഒരു ബ്രേക്ക്ഔട്ട്, ഫാൾസ് ബ്രേക്ക്ഔട്ട് നൽകും. മാർക്കറ്റ് താഴോട്ട് ഡിസ്ട്രിബ്യൂഷൻ നൽകും. ഇതും AMDX ആണ്. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. സോ അശ്വിൻ ബ്രോ, ഇവിടെ ബെയറിഷ് എക്സാമ്പിൾ നമ്മൾ എപ്പോഴായിരിക്കും എൻട്രി പ്ലാൻ ചെയ്യേണ്ടത്? മാനിപ്പുലേഷൻ കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് കയറുമ്പം എന്തൊക്കെ ഫോം ആവണം? ഫെയർ വാല്യൂ ഗ്യാപ്പ് വിത്ത് MSS. ഇവിടെ ഈ കണ്ടീഷനിൽ ഏത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആവേണ്ടത്? മറ്റേ ആ ലോ അല്ലല്ലോ, ഒന്നുകൂടി സ്വിംഗ് ലോ. വെരി ഗുഡ് വെരി ഗുഡ്. അതായത് MSS എന്ന് പറയുന്നത് സിംഗ്ലോ ആയിരിക്കണം. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് CB, അതായത് ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, താഴോട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആവണം. ഓക്കെ ബ്രോ, വെരി ഗുഡ് ബ്രോ. സോ ഇതാണ് AMD എന്ന് പറയുന്നത്, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഇത് സംഭവം കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? അതായത് ഈ പറയുന്ന പ്രൈസ് ആക്ഷൻ മെത്തേഡാണ് ഈ പറയുന്ന ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി. അപ്പൊ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്തേക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. അശ്വിൻ ബ്രോ, സനീഫ് ബ്രോ, ചാർട്ട് നോക്കിക്കേ. ഇവിടെ നല്ല, ഇത് ആക്ച്വലി ഈ ഒരു ആഴ്ചത്തെ ചാർട്ടാണ്. അതായത് ഈ മൺഡേ, മാർക്കറ്റ് മൺഡേയിൽ ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം മാർക്കറ്റിൽ പൊതുവെ എത്ര സെഷൻസ് ആവുള്ളത് നിങ്ങൾക്ക് അറിയാലോ? മേജർ ആയിട്ട് 3 സെഷൻസ്: ഏഷ്യൻ, ലണ്ടൻ, ന്യൂയോർക്ക്. ഇതിപ്പം ഏഷ്യൻ സെഷന്റെ ഒരു ക്യാരക്ടറാണ്. മാർക്കറ്റ് നല്ല രീതിയിൽ നോക്കിക്കേ. ഇതിനെ നമുക്ക് എന്തായിട്ട് വിളിക്കാൻ പറ്റും? ഇത്രയും ഈ ഒരു റീജനെ അക്യുമുലേഷൻ ആയിരുന്നു. മാർക്കറ്റ് ആണെങ്കിൽ ഈ ഒരു ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. ഈ ഒരു റെക്ടാങ്കിൾ നമ്മൾ വരച്ചു വെച്ച സമയത്ത് ഇതിന് ശേഷം മാർക്കറ്റ് ഇവിടെ എന്താ നൽകിയത് സനീഫ് ബ്രോ? ഇതൊരു പ്രോപ്പർ മാനിപ്പുലേഷൻ ആണ്. അതായത് മാർക്കറ്റ് നല്ല കുറെ ടൈമായിട്ട് അക്യുമുലേറ്റ് ചെയ്യായിരുന്നു. കുറെ ടൈമായിട്ട്, അതായത് എനിക്കൊന്ന് ഏകദേശം ഒരു ഓൾമോസ്റ്റ് ഒരു എനിക്കൊന്ന് 10 മണിക്കൂറോളം, എനിക്ക് 10 അല്ല, പിന്നെ 6 മണി, 5-6 മണിക്കൂറായിട്ട്, 6 മണിക്കൂറായിട്ട് മാർക്കറ്റ് അക്യുമുലേഷൻ ഫേസിലായിരുന്നു. അതായത് ഏഷ്യൻ സെഷൻ മൊത്തത്തിൽ അക്യുമുലേഷൻ ആയിരുന്നു. ലണ്ടൻ സെഷനിലോട്ട് വന്നപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്ത്? താഴോട്ട് ഒരു ബ്രേക്ക്ഔട്ട് നൽകി. സോ ഈ ബ്രേക്ക്ഔട്ട് വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഇവിടുന്ന് സെൽ എൻട്രി എടുക്കും. അവർ ആ ട്രാപ്പിൽ വീഴും. അവരെന്ത് വിചാരിക്കും? ബ്രേക്ക്ഔട്ട് നൽകി, ഇനി താഴോട്ട് നല്ല രീതി ഫാളാവുമെന്ന് വിചാരിച്ച് അവരെന്ത് ചെയ്യും? ഒരു സെൽ എൻട്രി കൊടുക്കും. നമുക്കറിയാം അതൊരു ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരു ബ്രേക്ക്ഔട്ട് ആണെങ്കിൽ അതൊരു ഫാൾസ് ബ്രേക്ക്ഔട്ട് ആവാനാണ് ചാൻസ് കൂടുതൽ. ആ ഒരു മാനിപ്പുലേഷൻ കഴിഞ്ഞ് ഇനി എപ്പോഴായിരിക്കും സനീഫ് ബ്രോ നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യേണ്ടത്? മാനിപ്പുലേഷൻ കഴിഞ്ഞ് മാർക്കറ്റ് മുകളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇവിടെ നമുക്ക് 2 എൻട്രി പോയിന്റ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇതൊരു MSS ആയിട്ട്, പക്ഷെ അതൊരു കുറച്ചുകൂടെ ബെറ്റർ MSS എന്ന് പറഞ്ഞാൽ ഇതല്ലേ. കാരണം ഇടതും വലതുള്ള ക്യാൻഡലിനെ ഒരു രീതിയിലും ടച്ച് ചെയ്യാണ്ടിരിക്കുന്നത്. മറ്റേ ഇതും നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം, പക്ഷെ ഇത് ഭയങ്കര ടൈറ്റ് അല്ലേ. ഇത് ഈ ഒരു സ്വിംഗ് ഹൈ, അത് ഇങ്ങനെ അളന്നു നോക്കേണ്ടി വരും. സോ അതിനേക്കാളും നല്ലത് എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത് ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു സ്വിംഗ് ഹൈ. മറ്റേ 50 മിനിറ്റ്സ് കറക്റ്റ് ആയിട്ടോ, 15 മിനിറ്റ് ചിലപ്പോൾ കാണുമായിരിക്കും അല്ലേ. സോ അതിനോടൊപ്പം തന്നെ MSSന്റെ ലെവലിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ആ ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് മാർക്കറ്റ് തിരിച്ച് റീപ്രൈസ് ചെയ്യുന്നു. റീപ്രൈസ് ചെയ്തിട്ട് മുകളിലോട്ട് MSSനെ അപ് ക്ലോസ്, അതായത് MSSനെ മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് എൻട്രി എടുക്കാൻ പറ്റും? ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബൈ എൻട്രി. ഈ ബൈ എൻട്രിയുടെ സ്പെഷ്യാലിറ്റി എന്താ? നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എല്ലാ ദിവസവും കിട്ടണമെന്നില്ല, പക്ഷെ കിട്ടുന്ന ദിവസങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു 1:3, 1:4 റേഷ്യോയിൽ ടാർഗറ്റ് വെച്ച് നല്ല പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാൻ പറ്റുന്ന ട്രേഡ് ആയിരിക്കും. അതായത് ഈ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ നിങ്ങൾക്ക് ചാർട്ടിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങളുടെ എൻട്രി എടുക്കുവാണെങ്കിൽ കോൺഫിഡന്റ് ആയിട്ട് ഒരു 1:3 ഒക്കെ വെച്ച് ഇറങ്ങാം. ഇത് ആക്ച്വലി അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ പമ്പായിട്ട് മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. സോ ഇതാണ് ഇപ്പൊ നേരത്തെ കാണിച്ച ആ ഒരു എക്സാമ്പിളിന്റെ ലൈവ് എക്സാമ്പിൾ. ഈ ആഴ്ച മൺഡേയിൽ ഉണ്ടായ ഒരു എക്സാമ്പിൾ ആണ്. ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് സൈഡ് വേസ് ആണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു ലെവൽ എന്ത് ചെയ്യണം? ഒരു റെക്ടാങ്കിൾ ടൂൾ വെച്ച് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഇതിനകത്തൊരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ആ കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് ഇവിടെ ഒരു അക്യുമുലേഷൻ മാർക്കറ്റ് തന്നിട്ടുണ്ട്. ജെയ്സൺ ബ്രോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇവിടെ മാർക്കറ്റ് ഒരു അക്യുമുലേഷൻ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എന്താ? മാർക്കറ്റ് ഒരു അക്യുമുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലോട്ട് ബ്രേക്ക്ഔട്ട് ചെയ്യുന്നു. അപ്പൊ ഇനി എങ്ങോട്ടായിരിക്കും പോവാൻ ചാൻസ് ഉള്ളത്? താഴോട്ട്. കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ താഴോട്ട്. ഇവിടെ പക്ഷെ മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോയത്. എന്തുകൊണ്ട്? അതാണ് കണ്ടീഷൻ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കണ്ടീഷൻ. ആർക്കെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് പറയാൻ പറ്റുമോ? ഞാൻ പഠിപ്പിച്ചത് വെച്ചിട്ട് AMD അക്യുമുലേഷൻ കഴിഞ്ഞ് മാനിപ്പുലേഷൻ കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ
ഇവിടെ ഒരു അക്യുമുലേഷൻ ഉണ്ടല്ലോ നന്ദു ബ്രോ, അതിനുശേഷം മുകളിലോട്ട് മാനിപ്പുലേഷൻ തന്നിട്ട് താഴോട്ടല്ലേ പോകേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞു അല്ല, നമ്മുടെ കോൺസെപ്റ്റ് ഇവിടെ ഒരു കണ്ടീഷൻ വെച്ചാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് തന്നെ പോയത്. ആ കണ്ടീഷൻ എന്താണെന്നുള്ളത് ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ജസ്റ്റ് ലോജിക് യൂസ് ചെയ്താൽ മതി. ലിക്വിഡിറ്റി ഇല്ലാത്തതുകൊണ്ടാണോ? ലിക്വിഡിറ്റി ഏറെക്കുറെ കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി കിട്ടിയാൽ മതി. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഏത് ടൈം ഇതൊരു എൻട്രി മോഡൽ കോൺസെപ്റ്റ് ആണ്. 5 മിനിറ്റിലാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് നോക്കുന്നത്. ഇപ്പൊ ഇന്നലെ പഠിച്ച കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് എല്ലാ ടൈം ഫ്രെയിമിലും നോക്കാം, ഹയർ ടൈം ഫ്രെയിം ഒക്കെ നോക്കാം. ഇതൊരു 5 മിനിറ്റിൽ എൻട്രി എടുക്കുന്ന കോൺസെപ്റ്റ് ആണ്. അപ്പോൾ 5 മിനിറ്റ് മാത്രം വെച്ചിട്ട് ജസ്റ്റിൻ ബ്രോ ഒരു ദിവസത്തെ ബയാസ് ഫിക്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ബയാസ് ഫിക്സ് ചെയ്യുന്ന ടൈം ഫ്രെയിം ഏതാ ബ്രോ? 4 hour 1 hour. 1 day 1 hour 1 hour 4 hour ആണ് ബയാസ് ഫിക്സ് ചെയ്യുന്നത്. 1 day 1 week ആണ് ഓവറോൾ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്. സോ യൂറോ USD എന്ന് പറഞ്ഞ കറൻസി പെർ ആക്ച്വലി ഈ ഒരു വീക്ക് ഇപ്പൊ ഞാൻ ഇന്നലെ മെനങ്ങാന്നൊക്കെ എടുത്ത ട്രേഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലാം ബൈ എൻട്രി ആണ്. കാരണം 1 hour എന്റെ ബയാസ് എന്ന് പറയുന്നത് ബൈ ആണ്, ബുള്ളിഷ് ആണ്. സോ എന്റെ ബയാസ് ബുള്ളിഷ് ആണെങ്കിൽ ഇങ്ങനെ ഒരു അക്യുമുലേഷൻ വന്നു, അതിനുശേഷം മുകളിലോട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് മാനിപ്പുലേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. നേരെ മറിച്ച് 1 hour അനലൈസ് ചെയ്തപ്പോ ഇന്നത്തെ ദിവസം എന്റെ ബയാസ് സെല്ലാണ്. അങ്ങനാണെങ്കിൽ അക്യുമുലേഷന് ശേഷം മുകളിലോട്ട് ഒരു ബ്രേക്ക് ഔട്ട് നൽകി കഴിഞ്ഞാൽ എനിക്ക് 101% ഉറപ്പാണ് അതൊരു മാനിപ്പുലേഷൻ ആണ്. കാരണം എന്താ, ജസ്റ്റിൻ ബ്രോ പറഞ്ഞ പോലെ എന്റെ ബയാസ് സെല്ലായിരിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിനു മുമ്പ് ഞാൻ കാണിച്ച എക്സാമ്പിളില് യൂറോ USD ഈ ഒരു കംപ്ലീറ്റ് വീക്ക്, അതായത് മാർച്ച് 4-ാം തീയതി കംപ്ലീറ്റ് വീക്ക് എന്ന് പറയുന്നത് ബൈ തന്നെയാണ്. അപ്പം ഇവിടെ ഒരു അക്യുമുലേഷൻ വന്നു, എന്റെ ബയാസ് എന്താ ബൈ ആണ്. അപ്പൊ മാനിപ്പുലേഷൻ എങ്ങോട്ടായിരിക്കണം? താഴോട്ടായിരിക്കണം. അക്യുമുലേഷന് ശേഷം താഴോട്ട് വന്നു, അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയ സമയത്ത് എനിക്ക് ഷുവർ ഷോട്ട് ആയിട്ട് എനിക്ക് ഉറപ്പാണ് ഇത് മുകളിലോട്ടാണ് പോകുന്നതെന്നുള്ളത്. ജസ്റ്റിൻ ബ്രോ, ജേസൺ ബ്രോ, നിഖിൽ ബ്രോ, കൊച്ചൻ ക്ലിയർ ആയോ? ലോജിക്ക് ക്ലിയർ ആയോ? അതായത് ബയാസ് എന്താണോ ആ ബയാസിന് വിപരീതമായിരിക്കണം മാനിപ്പുലേഷൻ വരേണ്ടത്. എടുത്ത എൻട്രി ആണെങ്കിലും ബൈ തന്നെ ആയിരുന്നു. സോ മാർക്കറ്റ് ഇപ്പൊ കറന്റ്ലി ഇങ്ങനെ ഒരു അക്യുമുലേഷൻ തരുവാണ്. അതിനുശേഷം മാർക്കറ്റ് താഴോട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, താഴോട്ട് പോയതിനു ശേഷം മുകളിലോട്ട് ഒരു MSS കൂടിയിട്ട് ഒരു FVG തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം മാർക്കറ്റ് ഇനി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും എന്നുള്ളത്. കാരണം എന്താ, ബയാസ് ബൈ ആയതുകൊണ്ട്. നേരെ മറിച്ച് ഇനി അക്യുമുലേഷന് ശേഷം നേരെ മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ അത് AMD ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നിങ്ങൾ വിചാരിക്കരുത് മുകളിലോട്ട് പോയിട്ട് താഴോട്ട് വരും എന്ന് പറഞ്ഞ് സെൽ എൻട്രിക്ക് പ്ലാൻ ചെയ്യരുത്, അത് കിട്ടത്തില്ല. ഗൈസ് ഓക്കെ ആണോ? ഇതാണ് AMD എന്ന് പറയുന്നത്. സിമ്പിൾ സാധനമാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കേൾക്കുമ്പോഴും സിമ്പിൾ ആയിട്ട് തോന്നും. മാർക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടാനും എനിക്കൊന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള മിക്ക ആൾക്കാരും ആദ്യം തന്നെ സെറ്റ് ആവുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ സ്വിംഗ് ലോ അല്ലെങ്കിൽ FVG ഒന്നും 100% ഒന്നും സെറ്റ് ആയിട്ടില്ല, സമയം എടുക്കും. പക്ഷെ AMD എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ സെറ്റ് ആവാനുള്ള ചാൻസ് ഉള്ള ഒരു കോൺസെപ്റ്റ്. കാരണം സിമ്പിൾ ആണ്, എന്നാൽ ഈ പറയുന്ന പോലെ അത്യാവശ്യം എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ട്രേഡ്സ് എടുക്കാനും പറ്റും. സോ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ. സോ ഇതാണ് ബേസിക്കലി AMD എന്ന് പറയുന്നത്. 2 കാര്യങ്ങളാണ് AMD ഉള്ളത്. 3 കാര്യങ്ങളാണ്. 1 അക്യുമുലേഷൻ, 2 മാനിപ്പുലേഷൻ, 2 ഡിസ്ട്രിബ്യൂഷൻ. 2 കണ്ടീഷൻസ് ആണ്. ഒന്ന് ഒരു ബുള്ളിഷ് കണ്ടീഷനിലാണെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത് താഴോട്ട് ബെയറിഷ് ആയിട്ടായിരിക്കണം. 2 ഓവറോൾ ഡിസ്ട്രിബ്യൂഷൻ സെല്ലാണെങ്കിൽ ബയാസ് സെല്ലാണെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത് മുകളിലോട്ടായിരിക്കണം. സോ എന്തായാലും നമ്മുടെ ട്രേഡിംഗ് ലേണിംഗ് സീരീസിന്റെ ഈ ഒരു 7ാമത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. AMD. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുക, നിങ്ങൾ റിസൾട്ട് കൊണ്ടുവരിക. ആസ് വെൽ ആസ് അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ഇടുക. കാരണം നിങ്ങളുടെ കമന്റ്സ് ആണ് ഈ ഒരു ലേണിംഗ് സീരീസ് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എനർജി. നമ്മളിപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് എവറി വെനസ്ഡേയിൽ നമ്മൾ കണ്ടന്റ്സ് ഇടുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ട്രേഡിംഗ് ലേണിംഗ് സീരീസ് കാണാം. ഇറ്റ്സ് മീ നന്ദു സൈനിങ് ഔട്ട്.